പോകാം. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം ലോകത്തിന് നൽകിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. എന്നാലും ഈ കാലത്ത് ഗുരുചിന്തകൾക്ക് പ്രസക്തിയേറെയുണ്ട് എന്ന് പറയാതെ വയ്യ. അത്തരമൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മഹാത്മാവിന്റെ ഓർമ്മകളിലേക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും സംഘടന കൊണ്ട് ശക്തരാകാനും ശ്രീനാരായണ ഗുരു ഉപദേശിച്ചു. അദ്വൈതം ജീവിത മതമായി സ്വീകരിച്ച ശ്രീനാരായണ ഗുരു ജീവിതത്തിലും അദ്വൈത ദർശനം പ്രാവർത്തികമാക്കി. എല്ലാത്തരം സാമൂഹ്യ തിന്മകളെയും അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കി സമഭാവനയുള്ള ലോകം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. തൊട്ടുകൂടായ്മയിൽ അടിമപ്പെട്ട ഒരു വിഭാഗം ജനതയ്ക്ക് ഗുരുവിന്റെ വചനങ്ങൾ വെളിച്ചമായി തീർന്നു. ഗുരുവിന്റെ തത്വദർശനം വിശ്വമാനവികതയാണ്. ആ ദർശനത്തിന്റെ മഹത്വമാണ് ഗാന്ധിജിയെപ്പോലെയുള്ള മഹാത്മാക്കളെ ഗുരുവിലേക്ക് ആകർഷിച്ചത്. 1925 ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച സർവമത സമ്മേളനമാണ് മതസൗഹാർദ്ദ സംവാദത്തിന്റെ പ്രാരംഭം. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും അതുകൊണ്ട് മതം പലതല്ല ഒന്നാണെന്നുമാണ് ഗുരു അനുശാസിച്ചത്. അരുവിപ്പുറം പ്രതിഷ്ഠയും കളവംകോടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന മുന്നേറ്റത്തിൽ ചെലുത്തിയ സ്വാധീനം അത്രമേൽ വലുതാണ്. ഇനി വരുന്ന തലമുറകൾക്കും ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ വഴിവിളക്കായി മാറണം. റിസർച്ച് ഡെസ്ക് 24.